തിരുനാവായൽ കുംഭമേളയ്ക്ക് നാളെ കൊടിയേറും. അരുണാലത്തൂറാണ് തത്സമയ വിവരങ്ങൾ നൽകിയത്. കൊല്ലം പണ്ടാരത്തുരുത്ത് മൂക്കുംപുഴ ദേവീക്ഷേത്രത്തിൽ ഭരണി മഹോത്സവത്തിന് കൊടിയേറി. ഇന്നു മുതൽ ജനുവരി 27 വരെ വിപുലമായ ചടങ്ങുകളോടെയാണ് ഭരണി മഹോത്സവം നടക്കുക. നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത്. രാവിലെ മഹാസർവൈശ്വര്യ പൂജയോടെ ക്ഷേത്രാങ്കണം ഭക്തിസാന്ദ്രമായി. 9-നും 10-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ തൃക്കൊടിയേറ്റ് ചടങ്ങുകൾ ആരംഭിച്ചു. ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രികളുടെ കാർമ്മികത്വത്തിൽ ഭരണി മഹോത്സവത്തിന് കൊടിയേറി. ഉത്സവാഘോഷങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നിർവഹിച്ചു. 20-ന് നടക്കുന്ന സർവകാര്യസിദ്ധി പൂജയ്ക്ക് മൂകാംബിക ക്ഷേത്രം മുഖ്യതന്ത്രി ഡോക്ടർ കെ രാമചന്ദ്ര അടിക ഭദ്രദീപം കൊളുത്തും. ജനുവരി 27 വരെ നീണ്ടുനിൽക്കുന്ന ഭരണി മഹോത്സവത്തിൽ തോറ്റമ്പാട്ട്, മാലവയ്പ് ഘോഷയാത്ര, മീനൂട്ട്, പകൽപൂരം, പൊങ്കാല, അശ്വതി ദീപക്കാഴ്ച തുടങ്ങിയ ചടങ്ങുകൾ നടക്കും. നടി ശ്വേതാമേനോൻ ഉൾപ്പെടെ ചലച്ചിത്ര മേഖലയിലെ പ്രമുഖരും ആത്മീയ ആചാര്യന്മാരും പൊതുപ്രവർത്തകരും വിവിധ ചടങ്ങുകളിലായി പങ്കെടുക്കും. കഴിഞ്ഞ 7 വർഷമായി മുടങ്ങിക്കിടന്നിരുന്ന സർവകാര്യസിദ്ധി പൂജയാണ്. ഈ സർവകാര്യസിദ്ധി പൂജ ജനുവരി മാസം 20-ാം തീയതി രാവിലെ 9:30 മുതൽ ആരംഭിക്കുകയാണ്. അതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ രാമചന്ദ്ര അടിക അദ്ദേഹമാണ്. അതോടൊപ്പം തന്നെ തുടരും സിനിമാ ഫെയിം അമൃതവർഷണിയും അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ ദിവസങ്ങളിലും വിശിഷ്ടങ്ങളായ പരിപാടികളും പൂജാവിധികളോടും കൂടിയായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കാറുള്ളത്. 9ാം ഉത്സവത്തിന് വിപുലമായിട്ടുള്ള ആഘോഷം തന്നെയാണ് ഇവിടെ നടക്കാറുള്ളത്. അതോടൊപ്പം തന്നെ 9ാം ഉത്സവത്തിന് നടക്കുന്ന നമ്മുടെ മീനൂട്ടെന്ന ചരിത്ര പ്രസിദ്ധമായ മീനൂട്ടാണ് ഇവിടെ നടക്കാറുള്ളത്. തെക്കൻ കേരളത്തിൽ വളരെ പ്രശസ്തമായ രീതിയിൽ ചെയ്യുന്ന ഒരു ചടങ്ങാണത്. അതിന് വിശിഷ്ടാതിഥികളായി എത്തുന്നത് നമ്മുടെ ആദിത്യവർമ്മ തമ്പുരാനാണ്. കരുനാഗപ്പള്ളിക്ക് പടിഞ്ഞാറ് കടലിലും കായലിലും മധ്യേ സ്ഥിതി ചെയ്യുന്ന പണ്ടാരത്തുരുത്തിലെ ഈ ക്ഷേത്രത്തിന് ചരിത്ര പ്രാധാന്യം ഏറെയാണ്. ഭദ്രകാളിയും പരാശക്തിയുമായ ദേവിയുടെ വിഗ്രഹം അപൂർവമായ അഷ്ടകോണുകളോടുകൂടിയ ശിവലിംഗ രൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കുമ്പഴ ഭഗവതി കരിയിലക്കാളിയായിട്ടും അതുപോലെ തന്നെ ഭഗവതി ഒരു ദേശം ജലയാത്രയിലൂടെ ഒരു ദേശത്തു നിന്നും, അത് വടക്ക് സാമുദ്രിക ഗോലകത്തു നിന്നും യാത്ര ചെയ്ത് വന്ന ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാൽ പ്രതിഷ്ഠിതമായ ഒരു അതായത് അഷ്ടകോണുകളോടുകൂടിയ ഭാരതത്തിലെ ശിവലിംഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ശിവലിംഗമാണ്. ആ ശിവലിംഗത്തിൽ ഭഗവതി കുടിയിരുന്നു എന്നാണ് ഒരു പഴമക്കാരുടെ വിശ്വാസവും. ഇത് അതിപുരാതനമായ 1000 വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. 27-ന് തിരുആറാട്ടിനും വർണ്ണശബളമായ പകൽപൂരത്തിനും താലപ്പൊലിക്കും ശേഷം ഗുരുസിയോടെ ഉത്സവത്തിന് സമാപനമാകും. ജനം, കൊല്ലം.